അഭിപ്രായങ്ങളും വിമർശനങ്ങളും നല്ല മനസ്സോടെ സ്വീകരിച്ചാൽ അവ നമുക്ക് പ്രചോദനം നൽകുന്നവയാവും. വെൽക്കം ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം പവേർഡ് ബൈ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം അറിവിന്റെ ഈ വേദിയിലേക്ക് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. കാട്ടിലെ മരഞ്ചാടിക്കുരങ്ങല്ല, നിന്റെ ജ്യേഷ്ഠനാണ്, എന്നെ കണ്ടിട്ടറിഞ്ഞില്ല അനുജൻ നീ എന്ന് കല്യാണ സൗഗന്ധിക പൂതേടി പോകുന്ന വഴിയിൽ ഭീമസേനോട് ഹനുമാൻ പറയുന്നതായി ഇതിഹാസ കഥ. ആത്മാഭിമാനം ഒന്ന് തകർന്നപ്പോൾ ഉള്ളൊന്നുലഞ്ഞുവോ, കളിയാക്കി ചിരിച്ചത് കരളിൻ കൊട്ടാരത്തിലിരിക്കും സൈരന്ധ്രിയോ എന്ന് ഭീമൻ സംശയപ്പെട്ടു എന്നും കഥ. സ്വന്തം ആത്മാവിനകത്ത് നിന്ന് ചില നേരം നമ്മളെ നോക്കി ചിലർ ചിരിക്കുന്നു, ചിലർ കോപിക്കുന്നു, ചിലർ ഉണർത്തുന്നു. ആ ചിലർ ചേരുന്നതാണ് സ്വന്തം ചിന്തയുടെ സത്ത. അവനവനെ സ്വയം തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്ന ഈ വിജ്ഞാനത്തിൻ്റെ ആത്മസംവാദത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം പവേർഡ് ബൈ ബ്രില്യന്റ് സ്റ്റഡി സെൻറ്റർ പാല. ഈ ദിവസം അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് എത്തുന്നത് ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ, അധ്യാപികയാകുവാൻ തയ്യാറെടുക്കുന്ന ഒരു മിടുക്കിയായ മത്സരാർത്ഥിയാണ്. കൂടുതൽ കാര്യങ്ങൾ നേരിട്ടറിയാം. പാട്ടുപാടുകയും ചിന്തിക്കുകയും ശാസ്ത്ര ബോധ്യമുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത് അശ്വമേധത്തിലേക്ക് മനോഹരമായി കളിക്കുവാൻ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രുതിയെ. ശ്രുതി, പ്ലീസ് വാക്ക് ഇൻ. പറയൂ ശ്രുതി. നമസ്കാരം സാർ, ഞാൻ ശ്രുതി സുന്ദർ. ഞാനൊരു സിംഗറും മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അതെ. അത് പറയണ്ടേ ആദ്യം, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മിമിക്രി ആർട്ടിസ്റ്റാണ്, ഡബിൾ വോയിസിൽ പാടും, പിന്നെ കുറേ താരങ്ങളുടെ വോയിസും സിംഗേഴ്സിൻ്റെ വോയിസൊക്കെ ചെയ്യാറുണ്ട്. അത് കലക്കി. പിന്നെ ഇപ്പോൾ അക്കാഡമിക് പറയുവാണെങ്കിൽ ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞു, സെറ്റ് ക്വാളിഫൈഡ് ആയി, BEd കഴിഞ്ഞു. ഇപ്പോൾ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. അല്ല, സ്കൂളിൽ കയറി കഴിയുമ്പോൾ പിള്ളേരെ എല്ലാം പാട്ടുപാടിയും മിമിക്രി കാണിച്ചും കയ്യിലെടുക്കും. ട്രെയിനിങ്ങിന് പോയപ്പോഴും ഞാൻ ഇപ്പോൾ കുറച്ച് മാസം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ ടീച്ചേഴ്സ്, ഇങ്ങനെ എന്റർടൈൻ ചെയ്ത് വേണം. അപ്പോൾ പിള്ളേർക്ക് ഒരിക്കലും ബോറടിക്കില്ല. തീർച്ചയായും. അപ്പോൾ ശ്രുതി ഒരു പാട്ട് പാടും, അങ്ങനെ തുടങ്ങാം. ഇന്നിൻ്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പൂമിതു പൂവിൻ ഗാനം, ഏഴിലം പാല പൂത്തു കാതിലോല കാറ്റിലടി, ഏഴിലം പാല പൂത്തു കാതിലോല കാറ്റിലാടി, പീലി നീത്തി കേളിയാടോ നീലരാവേ, ശാരികേ എൻ ശാരികേ, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി, ശാരികേ എൻ ശാരികേ. എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിലൊന്നാ കേട്ടോ ഇത്. ഒരുപാട് സന്തോഷം. അപ്പോൾ മാതളപ്പൂ പോലൊരു മാനസം കണ്ടു എന്നാണ്. മിമിക്രിയോ? മിമിക്രി എൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഭാവനയാണ്. അത് കുറച്ച് വോയിസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് അംശ കമൽ സാറിൻ്റെ പടത്തിറങ്ങിയപ്പോഴാണ് ഇഷ്ടനാട്ടോ. അയ്യോ, കമൽ സാറിൻ്റെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് അടസബാനെ നിനക്കെന്നെ ഇഷ്ടമാണോ എന്തോ, നിന്റെ നോട്ടത്തിലും ഭാഗത്തിലൊക്കെ എന്തോ ഒരു സ്പാർക്കുള്ള പോലെ. ഒരുപാട് സന്തോഷമുണ്ട് പ്രദീപ് സാറിനെ കാണാൻ സാധിച്ചതിൽ, ഒരുപാട് സന്തോഷം. താങ്ക് യു. അടുത്തതായിട്ട് പഴയകാല ബാലതാരം ബേബി ശ്യാമിലി. ബേബി ശ്യാമിലി. ഡ്രൈവർ അങ്കിൾ അല്ലേ പറഞ്ഞ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന്, എന്നിട്ടിപ്പോ കള്ളം പറയാ. കള്ളം പറഞ്ഞ കണ്ണ് പൊത്തു, ആ കുതിരയെ തരോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. പോകെ പോകെ കൂടുതൽ കാര്യങ്ങൾ വേണം എനിക്ക്. ഡബിൾ വോയിസിലെ പാട്ടും ഒക്കെ വേണം ഇനി. ആദ്യ മേഖലയിലേക്ക് അധ്യാപിക ആകാൻ തയ്യാറെടുക്കുന്ന ഗായികയായ മിമിക്രി താരമായ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതയായ
ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായ വളരെ സജീവമായി സംസാരിക്കുന്ന സ്പാർക്കുള്ള ഈ മത്സരാർത്ഥിയിലേക്ക് ശ്രുതിയുമൊത്ത് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ശ്രുതി കണ്ടെത്തേണ്ടത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. നമ്മളിപ്പോൾ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ സ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല. അമേരിക്ക എന്ന് പറയാൻ അറിയാൻ നമ്മൾ അമേരിക്കയിൽ പോകണ്ടല്ലോ. എന്തായാലും ശ്രുതി കണ്ടെത്തേണ്ടത് ലോകത്തിലെ ഒരു നഗരമാണ്. ആ നഗരത്തെ കണ്ടെത്തുവാനുള്ള ശ്രുതിയോടുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന ഇതാണ്. മലയും കടലും സീ ലെവലും ഹിൽ ടോപ്പും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞ ലോക നഗരങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും കുറഞ്ഞ ലോക നഗരം തന്നെയാണ്. അത് അറിയണമെന്നില്ലല്ലേ? ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടി എളുപ്പമുള്ള ക്ലൂ വേണോ? അടുത്തത് വേണോ? പിന്നെ എൻ്റെ കുതിര ചോദിച്ചത് എന്തിനാ? കുതിര ചോദിക്കുന്നവരോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ബേബി ഫാമിലിയോട് ആയി പറ, എളുപ്പമുള്ള ക്ലൂ തരാൻ എന്നോട് പറ. എനിക്ക് എളുപ്പമുള്ള ക്ലൂ തരാവോ? ഞാൻ കുഞ്ഞു കുട്ടിയല്ലേ. ആണോ? പത്രം വായിക്കുമോ കുഞ്ഞു കുട്ടി? പത്രം വായിക്കും. ശരി, രണ്ടാമത്തെ ക്ലൂ. The UN Shanghai Global Award for Sustainable Development. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് UN ഷാങ്ഹായിയുടെ ഗ്ലോബൽ അവാർഡ് ലഭിച്ചത് ഈ നഗരത്തിനാണ്. ഇത് ഭയങ്കര പ്രയാസമായി. കുറച്ചുകൂടി എളുപ്പമുള്ള ക്ലൂ തരാൻ പറയൂ. കുറച്ചും കൂടി എളുപ്പമുള്ള ക്ലൂ തരാവോ? പത്രം വായിക്കില്ല ഇപ്പൊ അല്ലേ? ശരി, മൂന്നാമത്തെ ക്ലൂ. നേപ്പിയർ എന്ന പേരിലുള്ള മ്യൂസിയം ഈ നഗരത്തിലാണ്. അനീഷയ്ക്ക് മനസ്സിലായി ഉത്തരം? ഇല്ല. ഒരു ഉത്തരം പറഞ്ഞു. എന്തെങ്കിലും? തിരുവനന്തപുരം. അനീഷ പറയും ഒരു ഉത്തരം വേണമെങ്കിൽ. എന്തായാലും തിരുവനന്തപുരം അല്ലാതെ അനീഷയ്ക്ക് അറിയില്ലേ? എന്താ പറയൂ അനീഷ, ഏത് രാജ്യത്തിലാകുമെന്ന് പറഞ്ഞു കൊടുക്കും? ന്യൂസിലാൻഡിലായിരിക്കില്ലേ? ഇല്ല, പറയട്ടെ. അല്ല, ഇനി അവിടെ ഒരു ഉത്തരം പറഞ്ഞു തിരുവനന്തപുരം എന്ന്. നാലാമത്തെ സൂചന തരുമായിരുന്നെങ്കിൽ. നാലാമത്തെ സൂചന നോക്കാം. ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയാൽ, അക്ഷരമാലാക്രമത്തിൽ എഴുതിയാൽ ഏറ്റവും അവസാനം എഴുതുന്നത് ഈ നഗരത്തിന്റെ പേരായിരിക്കും. എന്താ? വീണ്ടും തിരുവനന്തപുരം. അഞ്ചാമത്തെ സൂചന. I think calling Mr. Modi a better negotiator than himself is astonishing because Mr. Trump takes pride in being. ഈ ശബ്ദത്തിന്റെ ഉടമയാണ് ഈ നഗരത്തിനെ ഇന്ത്യൻ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ആളിനെ കാണിച്ചു കൊടുക്കൂ. Negotiator than himself is astonishing because Mr. Trump takes pride in being. ഇദ്ദേഹമാണ് ഈ നഗരത്തിന്റെ MP. Art of. എന്താ ഉത്തരം? ഉറക്കപ്പറ കുട്ടി. തിരുവനന്തപുരം. അപ്പൊ മൂന്നാമത്തെ സൂചനയിൽ നേപ്പിയർ മ്യൂസിയം എന്ന് കേട്ടപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അപ്പോഴും തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അപ്പൊ അനീഷ പറഞ്ഞു അതൊന്നും അല്ല. പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കാൻ നുണ പറഞ്ഞാൽ പ്രേക്ഷകർ കമന്റ് എഴുതും. അനീഷ അല്ല എന്ന് നേപ്പിയർ അല്ല എന്ന് പറഞ്ഞു. മിടുക്കി. ശരിയായ ഉത്തരമാണ് കേട്ടോ. കടലും മലനിരയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറഞ്ഞ തലസ്ഥാന നഗരം പൊന്മുടിയും കോവളവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് തിരുവനന്തപുരം നഗരത്തിന്റെ സ്വത്താണ്. രണ്ടാമത് UN ഷാങ്ഹായ് പ്രൈസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് UN പ്രൈസ്, ഐക്യരാഷ്ട്രസഭ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം നഗരമാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷനാണ് ആ ആഗോള പുരസ്കാരം കരസ്ഥമാക്കി ഈ നാടിന് അഭിമാനമായി മാറിയത്. മൂന്നാമത് ഞാൻ നൽകിയ സൂചന നേപ്പിയർ മ്യൂസിയം, അത് തിരുവനന്തപുരം നഗരത്തിലാണ്. അപ്പൊ ഞാൻ പ്രയാസമുള്ള ഒരു സ്ഥലമൊന്നും അല്ല തന്നതാണോ? അല്ല. ഞാൻ ഏതോ വിദേശ രാജ്യമൊന്നും പറഞ്ഞു ഇങ്ങനെ ഒന്നും വരുന്നില്ലായിരുന്നു. ആണോ? അങ്ങനെ മൂന്നാമത്തെ സൂചനയിൽ തന്നെ ഉത്തരം പറഞ്ഞ് 50,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധം കളിക്കാൻ അർഹത നേടി ശ്രുതി എന്ന ഈ മിടുക്കിയായ മത്സരാർത്ഥി. ഗിവ് ഹർ എ ബിഗ് ഹാൻഡ്. താങ്ക് യു സർ. എനിക്ക് ആ ശ്യാമിലിയുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ശ്രീജ മാം എന്നെ പ്രശംസിച്ചൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയില്
അതിന്റെ യഥാർത്ഥ ഉടമയുണ്ടല്ലോ ആ വോയിസിന്റെ, ആ ആ ശ്രീജ മാം. ആ ശ്രീജ, നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ്. അതെ അതെ, പുള്ളിക്കാരി അത് എന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാഡത്തിന്റെ അക്കൗണ്ടിൽ നിന്ന്. അത് ഭയങ്കര ഒരു ഓണറായിട്ട് തോന്നി. സത്യത്തിൽ അത് ബേബി ശ്യാമിലിയുടെ ശബ്ദമല്ല, അല്ല, അത് ശ്രീജയുടെ ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം ഫെമിലിയർ ആയത് ബേബി ശ്യാമിലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വോയിസ്, അതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഉർവശിയുടെ എന്ന ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യില്ല. പ്രവേശിച്ചില്ല. കാവ്യ മാധവൻ വേണം. ആ നോക്കാം. ഇതെന്തൊരാൾക്കാരാ ഇവിടെ. ഞാനിപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യനാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ. പ്രതിഭേട്ട ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. കൊള്ളാം. ഒരു പാട്ട് കേൾക്കട്ടെ, ജാനകി അമ്മയുടെ വോയിസ്. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലി കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. വലിയ സ്നേഹം, വലിയ ഇഷ്ടം കേട്ടോ. താങ്ക് യു സർ. ആരംഭിക്കാം. ആരം ശ്രുതി മനസ്സിൽ വിചാരിച്ച പേര് ഇസ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ശ്രുതി എന്ന മിടുക്കിയായ, ഇതിനോടകം പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ ഈ മത്സരാർത്ഥിയോടൊപ്പം യാഗം. ശ്രുതി വിചാരിച്ച വ്യക്തി ഒരു സ്ത്രീ അല്ല. അല്ലേ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? ഇന്ത്യ. മലയാളി? അല്ല. അല്ല. സൗത്ത് ഇന്ത്യൻ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം? നോ. അല്ല. അല്ല. മതപരം, ആത്മീയം? അല്ല. സ്പോർട്സ്? അല്ല. സാമൂഹ്യ പ്രവർത്തനം? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. സോഷ്യൽ സർവീസ് ആണോ? ഒരു പാർട്ടുണ്ട്. അല്ല, ഈ വ്യക്തിയുടെ പ്രശസ്തിക്ക് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടാണോ? അദ്ദേഹം ചെയ്തത് ഒരു അതൊരു സോഷ്യൽ സർവീസ് ആയിട്ട്. അത് ഒരു 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 വലിയ ഘടകം തന്നെയാണ്. ഘടകമാണ്. 10 ചോദ്യങ്ങൾ യജ്ഞം. സൗത്ത് ഇന്ത്യൻ ആണ് എന്നത് ശരിയാണ്. Yes. തമിഴ്നാട്? അതെ. സയൻസുമായി ബന്ധമുണ്ടോ? സയൻസുമായി യെസ്. അങ്ങനെയല്ല പുള്ളി അത് പറയാം. അത് പ്രോമിനന്റ് എന്നുള്ള ഇപ്പം ഈ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനം സയൻസുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധമുണ്ട്, ബന്ധം റിലേറ്റഡ് ആണ്. പിന്നെ തീർച്ചയായിട്ടും റിലേറ്റഡ്. പച്ചിലയും പെട്രോളും തമ്മിലുള്ള ബന്ധമാണോ എന്നാണ് ചോദ്യം. അല്ല, അങ്ങനെ അതല്ല. അല്ല. പച്ചിലയിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കുക പോലുള്ള ബന്ധങ്ങളാണോ? പുതിയതായി ഒരു സയന്റിഫിക്കായ ഒരു പുതിയ സംഗതി കണ്ടുപിടിച്ചു എന്നുള്ളതാണോ? അല്ല. അല്ല. ഈ ബിസിനസ് ഉണ്ടോ? വ്യവസായി കൂടിയാണോ? അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓണ്ടർപ്രന്യൂർ? യെസ്. ഗൂഗിളിന്റെ CEO ആയിരുന്നിട്ടുണ്ടോ? നോ. ഇല്ല. ഇല്ല. ഇന്ത്യയിൽ തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം? അതെ. ബിസിനസ്മാൻ ആയിരുന്നു, സാമൂഹ്യ പ്രവർത്തനമുണ്ട്. പക്ഷേ സാമൂഹ്യ പ്രവർത്തനമാണ് പ്രധാനം എന്നാണ് പറഞ്ഞത്, ബിസിനസ് അല്ല പ്രധാനം. അയാളുടെ പ്രശസ്തിക്ക് കാരണം ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഈക്വലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇന്ത്യക്കകത്താണ്. ശിവനാടാരെയും സുന്ദർ പിച്ചയൊക്കെ പോലെ ഇന്ത്യക്ക് പുറത്തുള്ള തമിഴിയനായ ഓണ്ടർപ്രന്യൂഴ്സ് ഒന്നും അല്ല, ഇന്ത്യക്കകത്ത് തന്നെയാണ് പ്രധാന പ്രവർത്തനം. അത് ശരിയാണോ? അതെ അതെ. പരിസ്ഥിതിയുമായി, എൻവയൺമെന്റുമായോ എഡ്യൂക്കേഷനുമായോ ബന്ധപ്പെട്ടതാണോ പ്രധാനമായ സാമൂഹ്യ പ്രവർത്തനം? പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടോ? എഡ്യൂക്കേഷൻ അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഓണ്ടർപ്രന്യൂർഷിപ്പും രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ കാര്യമാണോ? അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ? ആ പ്രോഡക്റ്റും സാമൂഹ്യ പ്രവർത്തനവും തമ്മിൽ ബന്ധമുണ്ടോ? കമ്പ്യൂട്ടർ റിലേറ്റഡ്?
60 വയസ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. പക്ഷേ ഇല്ല സർ, മനസ്സിലൊരാൾ വരുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്ന ആളുടെ ഞാൻ സാമൂഹ്യ പ്രവർത്തനം തന്നെ മാത്രം തന്നെയാണ് അയാളുടെ ഐഡൻറ്റിറ്റി എന്നേ പറയുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഇറലവൻ്റ് ആണ് എന്ന് കരുതുന്നത്. നോക്കാം, ചോദിച്ചു നോക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ചലച്ചിത്രവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. സാർ, അതിനകത്തൊരു പാർഷ്യൽ ഈക്വലി എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റില്ല. അല്ല, പൂർണ്ണമായും തീർച്ചയായിട്ടും അത് ഈക്വലി പ്രോമിനന്റ് തന്നെയാണ്. വ്യത്യസ്ത അഭിപ്രായമാണ് സാർ. കാരണം ഞാൻ കരുതുന്നത് ഒരു വിപ്ലവകാരി എന്നുള്ള രീതിയിലാണ്. അല്ല, അത് വരട്ടെ, നമുക്ക് കംപ്ലീറ്റ് വരാം. ഞാൻ അതാണെങ്കിൽ ഞാൻ നോക്കട്ടെ, ചോദിക്കട്ടെ. താങ്കൾ വിചാരിച്ച വ്യക്തി വർത്തമാനകാല ലോകത്തിലല്ല, വർത്തമാനകാല ഭാരതത്തിൽ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ അടക്കം ദക്ഷിണേന്ത്യയിലും പല ഗ്രാമങ്ങളിലും പല ഇടങ്ങളിലും ആർത്തവ ശുചിത്വമില്ലാത്തത് കാരണം അപകടത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടു പോകുന്ന ഒരു വലിയ സമൂഹമുള്ള വനിതാ സമൂഹത്തിൻ്റെ നടുവിലേക്ക് അത്തരം അപകടങ്ങൾ ഈ രാജ്യത്ത്, അത്തരം ബുദ്ധിമുട്ടുകൾ ഈ രാജ്യത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്താ പറയുക, ഈ സാനിറ്ററി പാഡുകളുടെ വക്താവായി മാറുകയും അതിന് വെൻഡിങ് മെഷീന് തത്തുല്യമായ രീതിയിൽ അത് ചെയ്യുകയും ചെയ്ത ദ പാഡ് മാൻ ഓഫ് ഇന്ത്യയാണ്. ആണോ? അത് ഇന്ത്യയിലെ വനിതകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, സാമൂഹ്യ വിപ്ലവം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ അയാളൊരു സോഷ്യൽ എന്റർപ്രണർ കൂടിയാണ്. അതുകൊണ്ട് ആ കാറ്റഗറി കറക്റ്റാണ്. അതൊക്കെ ഉണ്ടാകാം. പക്ഷേ സോഷ്യൽ എന്റർപ്രന്യൂർ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ഹി വാസ് എ മാൻ വിത്ത് എ മിഷൻ. അതൊരു ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റേത്. ശ്രുതിയുടെ മനസ്സിലുള്ളത് സാക്ഷാൽ അരുണാചലം മുരുകാനന്ദമാണെങ്കിൽ അതൊരു സാമൂഹ്യ വിപ്ലവം തന്നെയാണ്. ആണോ? അതെ സർ. അരുണാചലം മുരുകാനന്ദം 1961 ഒക്ടോബർ 12 ജനനം. പാഡ്മാൻ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ, സാമൂഹിക സംരംഭകൻ. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ആരോഗ്യ വ്യക്തിശുചിത്വ സംരക്ഷണത്തിനായി കുറഞ്ഞ വിലയിൽ സാനിറ്ററി പാഡുകൾ ലഭ്യമാക്കുന്ന തരത്തിൽ നാപ്കിൻസ് ഉണ്ടാക്കുന്ന യന്ത്രമുണ്ടാക്കിയ വ്യക്തി. സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ ആർത്തവകാലത്ത് നേരിടുന്ന ബുദ്ധിമുട്ടുകളും ശുചിത്വമില്ലാത്ത തുണികൾ ഉപയോഗിക്കുന്നത് കാരണമുണ്ടാകുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അദ്ദേഹത്തെ ഇത്തരമൊരു യന്ത്രമുണ്ടാക്കുന്നതിന് പ്രേരിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ സ്ത്രീകളിൽ ആർത്തവ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് താൻ കണ്ടുപിടിച്ച യന്ത്രം അവിടങ്ങളിലൊക്കെ പ്രവർത്തന സജ്ജമാക്കി. നിരന്തരമായ കളിയാക്കലുകളെ അതിജീവിച്ച് സ്ത്രീകളുടെ ആർത്തവകാല ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അരുണാചലം മുരുകാനന്ദത്തെ 2016 പത്മശ്രീ പുരസ്കാരം നൽകി ഭാരത സർക്കാർ ആദരിച്ചു. ചെന്നൈ IITയുടെ ഇന്നൊവേഷൻ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിട്ടുണ്ട്. 2014 പ്രസിദ്ധീകരിച്ച ടൈം മാഗസിന്റെ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഭാരതീയനാണ് ശ്രീ അരുണാചലം മുരുകാനന്ദം. അദ്ദേഹത്തിന്റെ ജീവിതം ചലച്ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും പ്രചോദനമായിട്ടുണ്ട്. പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്ന അരുണാചലം മുരുകാനന്ദം. അക്ഷയ് കുമാറാണ് ആ സിനിമയിൽ പാഡ്മാനായിട്ട് അരുണാചലമായിട്ട് അഭിനയിച്ചത്. അക്ഷയ് കുമാറാണ്. നമ്മുടെ കോയമ്പത്തൂർ ഈറോഡില്ലേ, ഈ പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ ഇവരെ പെരിയാറുടെ ഈറോഡിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴിയിലാണ്. അതൊരു വിപ്ലവമാണ്. ഒരു പെൺകുട്ടി വിചാരിക്കേണ്ട, ഒരു സ്ത്രീ വിചാരിക്കേണ്ട ഒരു പേര് എന്ന് എന്നോടൊരാൾ നിർദ്ദേശിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേരുകളിൽ ഒരുപക്ഷെ അത് ഇത് തന്നെയായിരിക്കും. ഗുഡ്, അത് നന്നായി. ഒരു പാട്ടോടെ പാടും. ഞാൻ ഡബിൾ വോയിസിൽ സർ. ഡബിൾ വോയിസിൽ. പൂവൈത്തായ് പൂവൈത്തായ് പൂവൈക്കോർ പൂവൈത്തായ് നീ മന പൂവൈത്ത് പൂവൈത്ത് പൂവുകൾ തീ வைத்தாய் ഓ நீ மழகில்லாட நான் 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 நனஞ்சை வாட உன்னாளத்திலும் ரத்தம் நாடிக்குளும் சத்தம் உயிரே തോഴി ഒരു സില നാള് തനിയനാനി തരയിനിൽ നീന്തി
പൂവായി പൂവായി. ഒരുപാട് ഇഷ്ടം, ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും ഈ എല്ലാ പെർഫോമൻസും ഇഷ്ടപ്പെട്ടു. ഭാവനയുടെ ശബ്ദം, കാവ്യയുടെ ശബ്ദം, ഡബിൾ വോയിസിലെ പാട്ട്, അല്ലാത്ത പാട്ട്, അതിനേക്കാൾ ഉപരി അരുണാചലം മുരുകാനന്ദത്തിനെ മനസ്സിൽ ഓർമ്മിക്കുവാൻ ഈ വേദിയിൽ കാണിച്ച കൃത്യമായ ഒരു നിലപാട്, ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. എങ്കിലും ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹം ബേബി ശ്യാമിലിയുടെ ശബ്ദമാണ്. ഒരു മനുഷ്യൻ അതിനേക്കാളും എനിക്ക് തോന്നുന്നു കുഞ്ഞു കാർട്ടൂൺസിൽ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വോയിസ് അങ്ങനെ തന്നെ ഈ വോയിസിൽ ആണ്. അപ്പോൾ എന്തായാലും എനിക്ക് ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സത്യം പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളതാർക്ക് എന്നുള്ള ചോദ്യം പലപ്പോഴും ഐൻസ്റ്റീനോ ഐസക് ന്യൂട്ടനോ ആർക്കിമിഡീസോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. എൻ്റെ അറിവിൽ ഈ ലോകത്തിലെ ഏറ്റവും ശരിയും ഏറ്റവും ആഴവുമുള്ള വിജ്ഞാനത്തിൻ്റെ ഉടമ ഒരു കൊച്ചുകുട്ടിയാണ്. ആ കുട്ടിയെ സൃഷ്ടിച്ചത് വിഷ്ണു ശർമ്മൻ എന്ന ബ്രാഹ്മണനാണ്. പഞ്ചതന്ത്രം കഥയിലാണ് ആ കുട്ടി. രാജാവ് തെരുവീതിയിലൂടെ നഗ്നനായി നടന്നപ്പോൾ രാജഭൃത്യന്മാരും കിങ്കരന്മാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ രാജാവിൻ്റെ വസ്ത്രം അതിഗംഭീരം, വിശിഷ്ടം, മഹത്തരം എന്ന് പറഞ്ഞപ്പോൾ നിഷ്കളങ്കമായ ബാല്യം കൊണ്ട് ഒരു 4 വയസ്സുകാരൻ കുട്ടി രാജാവ് നഗ്നനാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും ആഴമുള്ള അറിവുകളിൽ ഒന്ന്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും വലിയ ഗുരുവായ ബാല്യത്തിനെ മനസ്സിലോർമ്മിച്ചുകൊണ്ട് രാജഭൃത്യന്മാർ നടുങ്ങുമാർ ഉച്ചത്തിൽ രാജാവ് നഗ്നനാണെന്ന് സത്യം നാളെ പറയുവാൻ ഉണ്ണികളെ നിങ്ങളുടെ നാവുകൾക്കുണ്ടാകട്ടെ ശക്തി എന്ന വിശ്വാസത്തോടെ ഈ ദിവസത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായി അവതാരകയായി ആ കുട്ടി പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. ഇന്ന് ശുഭരാത്രി പറഞ്ഞ് പിരിയുന്നത് ഞാനല്ല, മറിച്ച് മനസ്സിൽ നന്മയൊളിപ്പിച്ചു വെക്കുന്ന ഏതൊക്കെയോ കുട്ടികളുടെ ശബ്ദം പറയും. രണ്ടുപേരും പറഞ്ഞിട്ട് മതി. ഞാൻ ചെറുതിലെ മുതലേ ചൈൽഡ്ഹുഡ് മുതൽ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ചെറുതിലെ മുതൽ പാട്ട് പാടുമായിരുന്നു. അപ്പം എൻ്റെ അച്ഛനാണിത് സപ്പോർട്ട് ചെയ്ത് പിന്നെ സ്റ്റേജ് ഷോയും അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രിയിലോട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ട് അതിലോട്ട് ഇറങ്ങി. പിന്നെ അത് ഞാൻ പതിയെ ഞാനത് ഡെവലപ്പ് ചെയ്ത് ഇത്രയും വരെ ആക്കി. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ അറിയുന്നുണ്ട്. എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചു. ഇപ്പം ഞാൻ മാരീഡാണ്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കല്യാണം. അതെ, അല്ല. അപ്പം ഹസ്ബൻഡ് വിനീത് സിവിൽ എക്സൈസ് ഓഫീസറാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഞാൻ പഠിത്തത്തിനോടൊപ്പം തന്നെ കലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഇവരെല്ലാവരും എൻ്റെ കൂടെ നിൽപ്പുണ്ട്. പിന്നെ ദൈവവും. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സ്നേഹം വിനീതിനോടും പങ്കുവയ്ക്കും. അതെ. അപ്പൊ ഇനി എപ്പിസോഡ് ഒരു കുട്ടി അവസാനിപ്പിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ സാധിച്ചതില്. അല്ലല്ല, കുട്ടിയാണ് ആങ്കർ. കുട്ടിയാണ് ശ്രുതി എന്ന മത്സരാർത്ഥിയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. കൂടുതൽ മികച്ച മത്സരാർത്ഥികളുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ ശുഭരാത്രി എന്ന് പ്രേക്ഷകരോട് പറഞ്ഞ് അവസാനിപ്പിക്കൂ ഈ കുട്ടി. ഇന്ന് ശ്രുതി ചേച്ചിയുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടില്ലേ? ഒരുപാട് രസമുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇനി അടുത്ത പെർഫോമൻസുമായിട്ട് ഞങ്ങൾ എല്ലാവരും വരും. അതുവരെക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്.